ഏതൊരു രാഷ്ട്രീയ സാഹചര്യമാണെങ്കിലും UDF ജയിക്കും. 5000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പാർട്ടിയുടെ മുഴുവൻ ഇന്നലെ രാത്രി വരെ കണക്കുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പൊതുവായിട്ടുള്ള നിലമ്പൂരിൻ്റെ ഒരു പഴയ ചരിത്രം വെച്ച് ഇങ്ങോട്ടുള്ള ഇലക്ഷൻ പരിശോധിച്ചാൽ എന്ത് വന്നാലും 5000 വോട്ട് മിനിമം, അത് എത്ര വേണമെങ്കിലും ഉയരാം. 5000-ൽ കുറയാത്ത വോട്ടിന് UDF തീർച്ചയായിട്ടും നിലമ്പൂർ ജയിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം വ്യക്തമായും പറയുന്നു 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആര്യടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന്. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ജയിക്കുക 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആണ് എന്ന്. അതിന് അദ്ദേഹം ചില കാരണങ്ങളും പറയുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് UDF പ്രതീക്ഷിക്കുന്നത് എത്ര വോട്ടാണ്? പ്രതീക്ഷിച്ചത് ആദ്യം 25000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് തുടക്കത്തിൽ. എന്ന് വെച്ചാൽ നിലമ്പൂരിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞത് 25000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇത് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം UDF നേതാക്കൾ പറയുന്നത് 15000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാണ്. 10000 മുതൽ 15000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് പറയുന്നു UDF നേതാക്കൾ. കോൺഗ്രസ് നേതാക്കൾ 10000 അവിടെ നിന്ന് കുറഞ്ഞു. ഇപ്പോഴിതാ കെ മുരളീധരൻ പറയുന്നു 5000 വോട്ടിന് മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന്. അത് എന്തുകൊണ്ട് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിനുള്ള കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. കാരണങ്ങൾ ഇവയാണ്. പ്രധാനമായും ജയിക്കാനുള്ള ഒരു 4 സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, UDF ഒറ്റക്കെട്ടായി തന്നെ അവിടെ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗുമായി വളരെ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത്. 2 തെരഞ്ഞെടുപ്പുകളുണ്ടായ ക്ഷീണം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ UDFലുണ്ടായി. അതായത് 2016-ഉം 2021 അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആ എല്ലാ പഴുതും അടച്ചുകൊണ്ടാണ് ഇലക്ഷൻ പ്രചാരണം നടന്നത്. രണ്ടാമത്തത്, ആശാ വർക്കർമാരുടെ നിശബ്ദ പ്രചരണം, അത് UDFന് വളരെ കരുത്ത് നൽകിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ആവേശം ഇരട്ടിയാക്കി. നാലാമത്, ഇലക്ഷൻ്റെ തലേ ദിവസത്തെ ഗോവിന്ദൻ മാഷ RSS അനുകൂല പ്രസ്താവനയും UDFന് അനുകൂലമായിട്ട് വന്നത്. അപ്പോൾ ഈ 4 ഘടകങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. നിലമ്പൂരിൽ LDF ജയിക്കുമോ UDF ജയിക്കുമോ എന്നത് തർക്ക വിഷയമാണ്. ഇരു മുന്നണികളും അവരവരുടെ അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ UDF ജയിക്കുമെന്ന് പറയുന്നത് 10000 മുതൽ 15000 വോട്ട് വരെയാണ് ഔദ്യോഗികമായ അവരുടെ കണക്ക്. കെ മുരളീധരൻ പറയുന്നു 5000 എന്ന്. അതോടൊപ്പം തന്നെ ആദ്യം തുടക്കത്തിൽ വളരെ ഈസി വാക്ക് ഓവർ അതായിരുന്നു UDF പ്രതീക്ഷിച്ചത്. അങ്ങനെയാണ് നിലമ്പൂരിലേക്ക് വണ്ടി കയറിയത്. നിലമ്പൂര് ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ അടിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം, സംസ്ഥാന സർക്കാരിന് എതിരെയുള്ള വികാരം കേരളത്തിൽ അലയടിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു തുടക്കത്തിൽ പറഞ്ഞത്. അതുമാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി നടക്കുന്ന ഒരു സെമി ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ വൻ വിജയം ഞങ്ങൾ നേടും. 2026-ൽ 100 സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വരും ഞങ്ങൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പരസ്യമായി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും മുന്നണിയും എന്ന് വെച്ചാൽ UDFും ഇപ്പോൾ പറയുന്നത് 10000 15000 വരെ മാത്രമാണ്. ഏറ്റവും കൂടുതൽ UDF പ്രചാരണത്തിൽ ഊന്നിയത് ഏത് വിഷയത്തിലാണ്? സർക്കാർ വിരുദ്ധ വികാരം തന്നെയാണ്. സർക്കാരിനെതിരെ സ്വാഭാവികമാണ്, പ്രതിപക്ഷമാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്ന മുന്നണിയാണ് LDF. സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അത് ഇല്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ചെറിയ കാര്യമല്ല. കേരളത്തിൽ LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമില്ല. അദ്ദേഹം പറയുന്ന 4 കാരണങ്ങൾ ഈ കാരണം പറയുന്നില്ല. ആദ്യം എടുത്തു പറയേണ്ടത് സർക്കാരിനെതിരെയുള്ള വികാരമാണല്ലോ. അത് അദ്ദേഹം പറയുന്നില്ല. അതേക്കുറിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം പറയുന്നില്ല. എന്ന് വെച്ചാൽ കേരളത്തിൽ ഭരണത്തിന് എതിരെ ഒരു വികാരമില്ല. UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ആവർത്തിച്ചു പറയുന്ന ഭരണവിരുദ്ധ വികാരം നിലമ്പൂർ മണ്ഡലത്തിൽ അലയടിച്ചിട്ടില്ല എന്നർത്ഥം. പിന്നെ ഏത് നിലയിൽ നിന്നുകൊണ്ടാണ് UDF ജയിക്കും എന്ന് പറയുന്നത്? അത് UDFന് മേൽക്കൈയുള്ള മണ്ഡലമാണ്.
കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നിച്ചു നിന്നാൽ തൊട്ടടുത്ത് CPM ആണ് എങ്കിലും CPM മണ്ഡലത്തിലെ ഒരു മൂന്നാം കക്ഷി മാത്രമാണ്. അങ്ങനെ UDFന് നല്ല മേൽക്കൈയുള്ള മണ്ഡലത്തിൽ സ്വാഭാവികമായും ജയിച്ചു വരും. അല്ലെങ്കിൽ കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടാകണം. ആ ഭിന്നിപ്പിലൂടെയാണ് PV അൻവർ ജയിച്ചത്. ഇത്തവണ കോൺഗ്രസും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവാണ്. അദ്ദേഹം മത്സരിക്കുന്ന കാലത്ത് മുസ്ലിം ലീഗ് ഇത്ര സജീവമായി രംഗത്തിറങ്ങിയിരുന്നില്ല. മുസ്ലിം ലീഗ് വളരെ സജീവമായി രംഗത്തിറങ്ങിയിരുന്നു. എന്ത് തന്നെയായാലും ജയിച്ചേ തീരൂ എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചിരുന്നു. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഇതാണ് UDFന്റെ ഇപ്പോഴത്തെ വാദം. ഭരണവിരുദ്ധ വികാരം ആവിയായി പോയി എന്നർത്ഥം. എന്നിട്ടും കെ മുരളീധരൻ പറയുന്നത് വെറും 5000 വോട്ട് മാത്രമാണ്. 5000 വോട്ടിന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, UDF പറയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF ജയിച്ചാൽ, ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ സംശയം വേണ്ട, അത് UDFന്റെ പരാജയമാണ്. UDF കണക്ക് കൂട്ടിയെടുത്തല്ല കാര്യങ്ങൾ നിൽക്കുന്നത് എന്ന് തെളിയിക്കുന്നതാണ്. തോറ്റാലും കുറഞ്ഞ വോട്ടിന് LDF പരാജയപ്പെട്ടാലും ഒരു സംശയം വേണ്ട, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന്. പിന്നെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന വലിയ ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. ഒരു ആരോപണം പോലും ഒരു മന്ത്രിക്കെതിരെ പോലും ഉന്നയിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇന്ന് 9 വർഷം കേരളം ഭരിച്ച ഒരു സർക്കാരിനെതിരെ എന്നത് ചെറിയ കാര്യമല്ല. കേരളത്തിന്റെ ചരിത്രം വെച്ച് നോക്കിയാൽ അത് വലിയ സംഭവമാണ്. അതുതന്നെയാകും UDFന്റെ തലവേദന. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് തുറന്നു പറയുകയാണ് ചെയ്തിരിക്കുന്നത് കെ മുരളീധരൻ പറയുന്നത് പോലെ 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നത് എങ്കിൽ ഒരു സംശയം വേണ്ട, നിലമ്പൂർ മണ്ഡലത്തിൽ UDFന് ഏറ്റിരിക്കുന്നത് പരാജയമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും.